നോമ്പ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്താണ്? നമ്മളെ വെയിറ്റ് കുറയും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്നിരിക്കുക, ഇപ്പം നമ്മളെ ശരീരം ഉപയോഗിക്കുന്ന എനർജി എന്താണ്? നമ്മളെ ശരീരം എന്ത് എനർജി ആയിരിക്കും ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഒരു ക്ലാപ്പ് പിടിക്കും. മൃഗ ഡോക്ടർ, നമ്മളെ ഗുരു ഉണ്ട് ഇവിടെ, ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് ക്ലാസ് എടുക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ എന്നുള്ള. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫാറ്റാണ് ഇപ്പോൾ കത്തിപ്പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ഈ കൊഴുപ്പെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു അമിത ഭാരം പേറി നടക്കുക. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങി വരുമായിരുന്നു. ഈ വാങ്ങുന്ന അരി മുഴുവനും നമ്മുടെ തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴൊക്കെ കെട്ടിവെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലത്തെ ഒരു ഫാറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സാധനമൊക്കെ കത്തിക്കളയാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പെടുക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്നത്. പിന്നെ ഇൻസുലിൻ്റെ അളവ് കുറയും. പിന്നെ ശരീരത്തിൽ ശേഖരിച്ച് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഈ റേഷൻ കടയിൽ വെച്ച അരി എടുത്ത് വെച്ചിട്ട് പിന്നീട് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ ശരീരത്തിലെ ഈ ഡേഞ്ചർ ആയിട്ടുള്ള കൊഴുപ്പുകൾ നന്നായിട്ട് കുറയും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ റിസൾട്ട് കിട്ടുന്നത്? മാഷ് എന്താണ് ഇതൊക്കെ ചെയ്തിട്ട് നോമ്പിൻ്റെ അവസാനം നോക്കുമ്പോൾ പിന്നെ കൊളസ്ട്രോൾ കൂടിയതാണ് കാണാറ്? എന്താ കാരണം? അല്ല, ഇവിടെയല്ല, നമ്മൾ പിന്നെ ഫുള്ള് നോമ്പ് തുറക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ളൊരു നോമ്പ് തുറ അല്ല നടത്തുന്നത്. നമ്മൾ ആരോഗ്യ കൂട്ടായ്മ ഒക്കെ ഒരു മോഡലായിട്ടുണ്ടെങ്കിലും പലരും ഇന്നത് അനുവർത്തിക്കാറില്ല. കാരണം നോമ്പായി കഴിഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഉത്സവം പോലെ എണ്ണക്കടികളും മറ്റും കഴിച്ചിട്ട് എന്താക്കുക, ഇത് മൊത്തം കൊളാക്കുകയാണ് ചെയ്യുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭക്ഷണത്തിൻ്റെ ഉത്സവമല്ല. നമ്മളെ ശരീരത്തിന് കിട്ടുന്ന ഒരു മെറ്റബോളിക് റീസെറ്റ് എന്നാ പറയാം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങൾ കേട്ടില്ല നമ്മൾ ബയോളജിയിൽ പണ്ട്. ഈ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ ഒരു വളരെ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി യൂട്ടിലൈസ് ചെയ്യുക, വേസ്റ്റ് ഒഴിവാക്കുക, അങ്ങനത്തെ എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു റീസെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണ് ഈ നോമ്പിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്യുന്ന കണ്ടില്ല, അവിടെ കണ്ടില്ലേ, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യുന്നു, ഇൻസുലിൻ കുറയുന്നു, സ്റ്റോർഡ് ഫാറ്റ് ഇതാക്കുന്നു. അങ്ങനെ നമ്മളെ കുഴപ്പമൊക്കെ നമ്മളെ ഈ നമ്മളെ കുടവേറൊക്കെ കുറയാനുള്ള ഒരു വലിയൊരു അവസരമാണ് നമുക്ക് ഈ ഒരു മാസം കിട്ടുന്നത്.